ഇവർ വിവാഹിതരായി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഭൂമിയെ കൊല്ലാനായിട്ട് എത്തുകയാണ്. സമയത്ത് തന്നെ പോലീസ് എത്തുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഭൂമി രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഭവാനി വീട്ടിലേക്ക് വരുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നാളെ ഇതിനൊരു തീരുമാനമാവണം, അതുകൊണ്ട് ഭവാനി ഇവിടെ കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭവാനി വിചാരിക്കുന്നത് ഭൂമി കാര്യങ്ങളെല്ലാം വന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇറക്കി വിടും. പിന്നെ അതിനുശേഷം ഭവാനി സ്വപ്നം കാണുന്നുണ്ട്, അവിടെ ഭൂമി വരുന്നതും ഭവാനിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറയുന്നത്, താൻ സത്യദാസിൻ്റെ മകളാണെന്നും അതിന് വേണ്ടുന്ന തെളിവൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഭവാനിയെ അവിടെ നിന്ന് അടിച്ചിറക്കുകയും സത്യദാസ് ഭവാനിക്ക് നല്ല അടി കൊടുക്കുന്നതൊക്കെ ആയിട്ട് സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ പേടിച്ച് ഭവാനി ചാടി എണീക്കുകയാണ്. അപ്പോൾ ഭവാനി മനസ്സ് വിചാരിക്കുകയാണ്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, കാരണം എല്ലാവരും സത്യം അറിഞ്ഞിട്ടുണ്ട്, നാളെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും, അതുകൊണ്ട് ഇവിടുന്ന് പോകണം, ഈ വീട്ടിൽ ഇനി നിൽക്കണ്ട എന്നൊരു തീരുമാനം എടുക്കുകയാണ്. ആരെങ്കിലും എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് ഭവാനി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഭവാനിയും അഞ്ജനയും ആ വീട്ടിൽ നിന്ന് പോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഈ സമയത്ത് ഭൂമിയാണെങ്കിൽ എങ്ങനെയൊക്കെ ഗുണ്ടയുടെ നിന്ന് രക്ഷപ്പെട്ട് പിറ്റേന്ന് തന്നെ അംബികയെ കാണാൻ പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ജയിലിൽ അംബികയെ കാണാൻ പോവാണ്. അംബിക വരുന്നത് കാണുമ്പോഴേ ഭൂമിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അമ്മയെന്നും പറഞ്ഞ് കരയുകയാണ്. അപ്പം അംബിക പറയുന്നുണ്ട്, എൻ്റെ മോള് ഒറ്റയ്ക്കായി പോയല്ലോ, അച്ഛനും അമ്മയും ഇല്ലാതെ ഒറ്റയ്ക്കായി പോയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ അച്ഛനുണ്ട്, അമ്മയല്ലേ ഒറ്റയ്ക്കായി പോയത് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അംബിക പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ മോളുടെ അച്ഛനെ കൊന്നെന്ന് മോള് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഭൂമി പറയണം, ഒരിക്കലും ഇല്ല, അമ്മ എൻ്റെ അച്ഛനെ കൊല്ലത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം, ഇതിന് പിന്നിൽ ആരോ ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്, ഞാനത് കണ്ടുപിടിക്കും, അമ്മ ഈ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും, നമ്മളുടെ ജീവിതം നശിപ്പിച്ച് ആരായാലും ഞാൻ വെറുതെ വിടത്തില്ല എന്ന് ഭൂമി പറയുന്നുണ്ട്. അപ്പം അംബികയാണെങ്കിൽ പറയുന്നുണ്ട്, അച്യുതേട്ടൻ മോളുടെ അടുത്ത് നിന്ന് ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് മോളോട് പറയണമെന്നൊക്കെ വിചാരിച്ചത്, ഒരുപാട് സ്നേഹിച്ചിരുന്നു മോളെ നഷ്ടപ്പെടുമെന്ന് ഭയന്നിരുന്നു എന്നൊക്കെ ഭൂമി എടുത്ത് പറയുന്നുണ്ട്. ഭൂമിക്കാണെങ്കിൽ അംബിക പറയുന്നതെല്ലാം കൂടെ കേട്ടിട്ട് വിഷമാവുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഭൂമി വലുതായിട്ട് ചോദിക്കുന്നില്ല. അമ്മയെ പുറത്തിറക്കുക, അത് മാത്രമേ ഉള്ളൂ ഭൂമിയുടെ മനസ്സിലിപ്പോൾ. മോൾ ഒറ്റയ്ക്ക് അവിടെ താമസിക്കൽ, കൂടെ ലക്ഷ്മിയും കൂടെ കൂട്ടിനൊക്കെ നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അച്ഛനില്ലേ അമ്മ എൻ്റെ കൂടെ, അമ്മ വിഷമിക്കേണ്ട. അങ്ങനെ അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞ് അംബികയെ പോലീസുകാർ കൊണ്ടുപോവാണ്. അപ്പം ഭൂമി അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. കാരണം അമ്മയുടെ തൻ്റെ അവസ്ഥയൊക്കെ ഓർത്ത് ഭൂമിക്ക് പൊട്ടിക്കരയാണ്. തനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഭൂമിക്ക് അന്നേരം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം ഭൂമി നേരെ പോകുന്നത് അജയ് അടുത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ അജയ് ഭൂമി അവിടെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഈ കേസിൽ സാർ കണ്ടെത്തിയ എൻ്റെ അമ്മയാണ് കുറ്റവാളിയെന്ന്, പക്ഷേ എനിക്കത് തോന്നുന്നില്ല, നിങ്ങളെല്ലാവരും പറയുന്നത് എൻ്റെ അമ്മയ്ക്കെതിരെ എല്ലാ തെളിവുകളും ഉണ്ടെന്ന്, പക്ഷേ കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ പിന്നിൽ മറ്റാരുമാണ്, ഒരു സ്ത്രീയാണ്, അത് ഉറപ്പാണെന്ന് പറയാണ്. കാരണം ഞാൻ അത് കണ്ടെത്തിയതാണ്, മുഖം മാത്രം എനിക്ക് വ്യക്തമായിട്ടില്ല, എന്നെ തേടി അവർ നടക്കുന്നുണ്ട്, എൻ്റെ പിന്നാലെ തന്നെയുണ്ട്, ഇന്നലെയും എന്നെ കൊല്ലാനായിട്ട് ആളെ വിട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ ജീവന് എന്തും സംഭവിക്കാം എന്നൊക്കെ ഭൂമി അജയ് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, തെളിവുകളൊക്കെ അംബികയ്ക്ക് എതിരാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഒരു സ്ത്രീയോ എന്ന് അജയ് ചോദിക്കുന്നുണ്ട്. അതെ, ഒരു സ്ത്രീ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടെത്തിയതാണ്, ഒരു സ്ത്രീയാണെന്ന്, മുഖം മാത്രം എനിക്ക് വ്യക്തമായിട്ടില്ല, എനിക്ക് ഇവിടുന്ന് കുറച്ച് റിപ്പോർട്ടുകളൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അജയ് പറ്റത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. സാറ് തന്നേ പറ്റൂ, എനിക്ക് ഈ കേസിന് അത് ഉപകാരപ്പെടും, സാറ് തരണം. അപ്പം അജയ് പറയുന്നുണ്ട്, ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു കാര്യങ്ങളും ഒരു പേപ്പറും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭൂമി നിർബന്ധം പിടിക്കുന്നുണ്ട്. അവസാനം അജയ് ചൂടാവുന്നുണ്ട്, എനിക്ക് ഭൂമി ഇവിടുന്ന് പോകാൻ പറയുകയാണ്. അപ്പം ആ സമയത്ത് ഭൂമി പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം ഉറപ്പായി, സാറുമായി അടുപ്പമുള്ള ആളാണ് ഇത് ചെയ്തത്, അത് ഉറപ്പാണ്, സാറുമായി ബന്ധപ്പെട്ട ആരോ, സാറിന് ഏറ്റവും അടുത്ത ആൾ എന്നൊക്കെ ഭൂമി പറയുമ്പോൾ അജയ്ക്ക് കൂടുതൽ ദേഷ്യമാവുന്നുണ്ട്. അപ്പം അജയ് ഭൂമിയെ പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷൻ്റെ പുറത്തേക്ക് വലിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പുറത്തേക്ക് തള്ളിയാണ്. ആ സമയത്ത് അജയുടെ കൂട്ടുകാരൻ വക്കീൽ വരുന്നുണ്ട്. അപ്പം അങ്ങോട്ട് വന്ന് വീഴുകയാണ്. എന്താ അജയ് എന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം അജയ് കയറി പോവാണ്. അപ്പോൾ ഭൂമി എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഭൂമി എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ എൻ്റെ അമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ്, പക്ഷേ സാറ് ഞാൻ പറയുന്നതിനൊന്നും സഹകരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ആളോ അല്ലെങ്കിൽ സാറിന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആളെയോ അറിയാമെന്ന് പറഞ്ഞു, അതിനാണ് സാർ എന്നെ ഇവിടെ പുറത്താക്കിയെന്ന് പറയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് വക്കീലിങ്ങനെ നിൽക്കുകയാണ്. ഭൂമിയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. വിഷമിക്കേണ്ട ഭൂമി, ഇതിനൊരു പരിഹാരം നമുക്ക് കാണാം, ഇത് അത്ര പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലുള്ളൊരു കേസൊന്നുമല്ല എന്ന് ഭൂമിക്ക് വക്കീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ സമയത്ത് സൗഭാഗ്യപുരത്താണെങ്കിൽ സംഗീത അവിടെ എല്ലാം ഭവാനിയെയും
അഞ്ജനയും നോക്കി നടക്കുന്നുണ്ട്. ഭവാനിയും അഞ്ജനയും അവിടെ എല്ലാം വിളിക്കുന്നുണ്ട്, എങ്ങും കാണുന്നില്ല. അങ്ങനെ അവരെ മുറിയിലെത്തുമ്പോൾ ഒരു കത്ത് കിട്ടുന്നുണ്ട്. അപ്പം ആ കത്തെടുത്ത് വായിച്ചിട്ട് ഓടി അമ്മയെന്നും പറഞ്ഞിട്ട് വരികയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താടി മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ എല്ലാം ഭവാനിയെയും അഞ്ജനയും നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറയാണ്. അവരെവിടെ പോകാൻ, അവിടെ എവിടെയെങ്കിലും കാണും. അല്ലമ്മേ, ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കിയെന്ന് പറയാണ്. താണ്ടെ ഒരു കത്ത് എഴുതി വെച്ചിട്ടാണ് പോയേക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ്. അപ്പം അതിനകത്തുനിന്ന് ആ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഒരു വിലയില്ലാത്ത ആ വീട്ടിലേക്ക് ഞാനും എൻ്റെ മോള് ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭവാനി എഴുതി വെച്ചേക്കുവാണ്. പക്ഷേ ഇവരെല്ലാം വിചാരിക്കുന്നത് അജയ് അഞ്ജനെ അടിച്ചതിൻ്റെ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയത്, ആ വീട്ടിലൊരു വിലയില്ലാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയതാണെന്ന്. പക്ഷേ സത്യത്തിൽ ഭവാനിയാണെങ്കിൽ ഭൂമി സത്യങ്ങളെല്ലാം മുത്തശ്ശിയടുത്തും സൗഭാഗ്യപുരത്തുള്ള എല്ലായിടത്തും പറഞ്ഞ് അവരെല്ലാം അറിഞ്ഞ് എന്നൊരു രീതിയിൽ പേടിച്ചാണ് അവിടുന്ന് പോയേക്കുന്നത്. അപ്പം മുത്തശ്ശി പറയാണ്, അയ്യോ, എല്ലാം നശിച്ചല്ലോ, അവൾ ഇവിടുന്ന് പോയാലോ, അഞ്ജനയും കൊണ്ട് പോയല്ലോ, വിവാഹം ഉറപ്പിച്ച പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കരയുകയാണ്. അങ്ങനെ അജയ് വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ പോയ കാര്യം, അഞ്ജനയും ഭവാനിയും കൂടെ പോയ കാര്യം മാധവൻ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ അന്വേഷിക്കാം അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ടേ, എവിടുന്നായാലും ഞാൻ അമ്മായിയെയും അഞ്ജനയും കണ്ടെത്താം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ദൂരോട്ടൊന്നും പോയി കാണത്തില്ല, അടുത്തെവിടെയെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അജയ് അന്വേഷിക്കുന്നുണ്ട്. അവസാനം ഭവാനിയാണെങ്കിൽ ഒരു ചെറിയ വാടക വീട്ടിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങോട്ടത്തേക്ക് ഇവരെത്തുകയാണ്. സൗഭാഗ്യപുരത്തുള്ളവരെല്ലാം വരികയാണ്. മുത്തശ്ശിയും വരുന്നുണ്ട്. അപ്പം അവിടുത്തെ കാറ് കാണുമ്പോൾ അവിടെ തുണി കഴുകിക്കൊണ്ടിരുന്ന് ഭവാനി വിചാരിക്കുകയാണ്, എന്തിനാവോ ഇപ്പം ഇങ്ങോട്ട് വന്നേക്കുന്നത്, ഭൂമിയുടെ കയ്യിൽ നിന്ന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കാണുമോ, എന്നെ ചോദ്യം ചെയ്യാനും പോലീസിൽ ഏൽപ്പിക്കാനും ആണോ ഈ വരക്കം, എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ ഭവാനി ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്നാൽ സൗഭാഗ്യപുരത്തെ മുത്തശ്ശി വരുന്നത് ഭവാനിയെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകാനാണ്. അങ്ങനെ ഭവാനിയാണ് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. തന്നെ ഇനി തല്ലാനാണോ പോലീസിൽ ഏൽപ്പിക്കാനാണോ, ഭൂമി സത്യങ്ങളെല്ലാം ഇവരുടെ അടുത്ത് പറഞ്ഞോ, സത്യദാസ് തന്നെ തല്ലുവോ എന്നൊക്കെ പേടിച്ച് ഭവാനി നിൽക്കുകയാണ്.